യേശുവിൽ തന്നെ തന്നിലെ രക്തത്തിൽ മാത്രം ഞാൻ നമ്പുള്ള മറ്റൊന്നിനെ യേശു മാത്രം ശരണം പാറയം ക്രിസ്തു നിൽപ്പേ വേറും മണൽ മാറ്റുള്ളിടും വേറും മണൽ മാറ്റുള്ളിടും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് ധ്യാനത്തിനായി വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ബ്രിട്ടീഷ് അമേരിക്കൻ കവിയായിരുന്നു W.H. ഓഡൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിതയുടെ പേര് ദ ഏജ് ഓഫ് ആൻസൈറ്റി എന്നാണ്. പിൽക്കാലത്ത് കലുഷിതവും സംഘർഷഭരിതവുമായിരുന്ന 1940കളെ വിശേഷിപ്പിക്കുവാൻ ഈ ടൈറ്റിൽ ഉപയോഗിക്കുക പതിവായിരുന്നു. വിലാപങ്ങളുടെ രചനാകാലവും ആകുലതകളുടെ കാലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ബാബിലോണിയർ യെരുശലേമിനെ പിടിച്ചടക്കുകയും ജനത്തെ ബന്ദികളാക്കി പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ഒരു ഇരുണ്ട നൂറ്റാണ്ടായിരുന്നു അത്. പ്രവാചകനായ യിരെമ്യാവാണ് വിലാപങ്ങളുടെ രചയിതാവെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. സകലതും നഷ്ടപ്പെട്ട, പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു ജനത്തിൻ്റെ നെടുവീർപ്പും കണ്ണുനീരുമാണ് ഈ പുസ്തകത്തിലൂടെ നാം വായിച്ചറിയുന്നത്. ഒരു ജനതയുടെ, ഒരു രാഷ്ട്രത്തിൻ്റെ തകർച്ചയുടെ തിക്തഫലങ്ങൾ അനുഭവിച്ച ജനത്തിൻ്റെ കരച്ചിലാണ് വിലാപങ്ങളുടെ പുസ്തകം. റിഫ്ലക്ഷൻ ഓൺ നാഷണൽ സഫറിങ് എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. 5 അധ്യായങ്ങളുള്ള വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ ഹൃദയമാണ് 3-ാമത്തെ അധ്യായമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ചുറ്റും ഇരുട്ട് നിറഞ്ഞെടുത്ത് കത്തിയെരിയുന്ന ഒരു മൺവിളക്കായി 3-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വെട്ടി തിളങ്ങുകയാണ്. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. ദ ലോർഡ് വിൽ നോട്ട് കാസ്റ്റ് ഓഫ് ഫോർ എവർ. പ്രവാസത്തിലിരിക്കുന്ന ജനത പ്രതീക്ഷകൾ അസ്തമിച്ചവരാണ്. നിരാശയും വേദനയും കണ്ണുനീരുമാണ് അവർക്ക് കൈമുതൽ. അവർ എത്തപ്പെട്ട ഈ തകർച്ചയ്ക്കും പ്രതിസന്ധിക്കും കാരണം അവർ തന്നെയാണെന്ന് പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണം. ഒന്നാമത്, ന്യായപ്രമാണം അവർ മറിച്ചു കളഞ്ഞു. They have broken the covenant relationship with the Lord. 2, ദൈവവചനത്തിൽ നിന്നും അവർ അകന്നു. The departure from the word of God. സ്വയം നാശം വിളിച്ചു വരുത്തിയ ഒരു ജനമായി അവർ മാറിയിരിക്കുന്നുവെന്ന് പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാസത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അഭയാർത്ഥി ജീവിതത്തിൻ്റെയും മധ്യേ പ്രതീക്ഷയുടെ സുവിശേഷം പ്രവാചകൻ പങ്കുവയ്ക്കുന്നു. ഉപാധികളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെയും നിരന്തരമായ കരുണയുടെയും ഉറവിടമാണ് ദൈവമെന്ന് പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ്റെ ഭാഷ പ്രതീക്ഷയുടേതാണ്. ദ ലാംഗ്വേജ് ഓഫ് ഹോപ്പ്. വോൾട്ടർ ബ്രുഗ്മാൻ എന്ന വേദപണ്ഡിതൻ പ്രതീക്ഷയെ അല്ലെങ്കിൽ ഹോപ്പിനെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഗോഡ്സ് പ്രോമിസസ് വിച്ച് മീൻസ് വി ആർ സ്റ്റിൽ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ആകുലതകളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. പശ്ചിമേഷ്യയിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ആകുലതകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. ദൈവത്തോട് അടുത്തിരിക്കുന്നവരെ മാത്രമല്ല, പാപം നിമിത്തം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നവരെയും ദൈവം സ്നേഹിക്കുന്നു എന്ന വിമോചനത്തിൻ്റെ സന്ദേശമാണ് പ്രവാചകൻ പങ്കുവയ്ക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഒരടയാളമാണ്. ബാധികളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് ക്രൂശ്. അത് പാപമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും അടയാളമാണ്. പ്രതീക്ഷകളോടെ ക്രൂശിൻ്റെ വഴികളിൽ നടപ്പാൻ നമുക്ക് ഈ നോമ്പ് കാലയളവിൽ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ,
പലപ്പോഴും നിൻ്റെ വഴികളിൽ നിന്നും നിൻ്റെ ഹിതത്തിൽ നിന്നും ഞങ്ങൾ അകന്നുപോയി. എങ്കിലും അപ്പോഴും എപ്പോഴും ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ സാക്ഷികളാവുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് ദൈവം നീ കേൾക്കണമേ. ആമേൻ.